ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷൻ ഭവന പദ്ധതികളുടെ ഭാഗമായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നടന്നു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ലൈഫ് മിഷൻ 2020 ഭവന പദ്ധതിയിലൂടെ നിർമ്മിച്ച ഭവനങ്ങളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽദാനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിലൂടെ പൂർത്തീകരിച്ച ഭവനങ്ങളുടെ സംസ്ഥാനതല പ്രഖ്യാപനത്തോടനുബന്ധിച്ചാണ് ഗ്രാമപഞ്ചായത്ത് തലത്തിലും പരിപാടി സംഘടിപ്പിച്ചത്. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറും നിർവഹണ ഉദ്യോഗസ്ഥയുമായ പ്രഭ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മേലൂർ വാർഡ് മെമ്പർ ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച 5 കുടുംബങ്ങൾക്കുള്ള താക്കോൽദാന ചടങ്ങാണ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ജനറൽ വിഭാഗത്തിൽപ്പെട്ട 69 കുടുംബങ്ങൾക്ക് 1ാം ഗഡു വിതരണം നടത്തിയിരുന്നു. കുടുംബങ്ങളുടെ ഭവന നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരികയാണ്. അസിസ്റ്റന്റ് സെക്രട്ടറി ഗീത, കുടുംബശ്രീ ചെയർപേഴ്സൺ സുരഭി തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഒറ്റപ്പാലം NSS കോളേജിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം NSS കോളേജിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. എംപ്ലോയർ ലൈവും പ്ലേസ്മെന്റ് സെല്ലും ചേർന്ന് സംഘടിപ്പിച്ച തൊഴിൽമേള VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ K സജീവ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ വിജേഷ് TP, എംപ്ലോയർ ലൈവ് MD ഉണ്ണികൃഷ്ണൻ, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ആതിര KS എന്നിവർ സംസാരിച്ചു. 1000ഓളം ഉദ്യോഗാർത്ഥികളും രാജ്യത്തിനകത്തും പുറത്തുമുള്ള 70ഓളം സംരംഭകരും മേളയിൽ പങ്കെടുത്തു. സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കണമെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ കൂടി ജനങ്ങളിലേക്ക് കൃത്യമായി എത്തണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. വണ്ടിത്താവളം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഇമ്മിണി വെൽതും ഗുണമുള്ള കാര്യങ്ങളും ഡിജിറ്റൽ വാഹന പ്രദർശനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൃഷിയുടെ ഇന്ത്യ രാജ്യത്ത് എവിടെയും കൊടുക്കാത്ത വിലയാണ് ഇവിടെ കൊടുക്കുന്നത്. 20 റുപ്യ 40 പൈസകളിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കിൻഡലിന് 8 റുപ്യ 40 പൈസ കൂടി അഡീഷണലായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇടപെട്ടിട്ടാണ് കൊടുക്കുന്നത്. അത് എത്ര കൃഷിക്കാർക്ക് അറിയും ചോദിച്ചാൽ അറിയില്ല. നിങ്ങൾക്കൊക്കെ നോക്കാം, കുട്ടികളൊക്കെ പുസ്തകമായി നോക്കിയാൽ ഇത് കിട്ടാൻ എവിടെ പോകണം? ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ പോകണം, ഇല്ലെങ്കിൽ നെറ്റിൽ പോയാൽ മതി, ലിങ്ക് ഉണ്ടാവും, അത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള കാര്യം ഇതിലുണ്ടാവും. കുട്ടികളുടെ വിദ്യാഭ്യാസം, സ്കോളർഷിപ്പ്, ഇതെല്ലാം ഉണ്ടാവും. ഇന്ന് കാലത്തെറ്റ് വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുക്കും എന്നുള്ളൊരു മനസാക്ഷിയോട് ഉത്തരം പറയുന്ന ഒരു രീതിയിലായിരിക്കണം പ്രവർത്തനം. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത്. സർക്കാരിന്റെ ധനസഹായ പദ്ധതികൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ടെന്നും ജനങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇത്തരം വിവരങ്ങൾ പരസ്പരം കൈമാറണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ സഹകരണത്തോടെ 10 ദിവസം നീളുന്ന ഡിജിറ്റൽ വാഹന പ്രദർശനവും അവതരണവുമാണ് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ 8 രൂപ 40 പൈസ അധികമായി കർഷകർക്ക് കൊടുക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന ധനസഹായ പദ്ധതികളെക്കുറിച്ചും കോവിഡ് കാലത്തെ കിറ്റ് വിതരണത്തെ സംബന്ധിച്ചും മന്ത്രി സംസാരിച്ചു. പരിപാടിയിൽ ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് V മുരുകദാസ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ K ഉണ്ണികൃഷ്ണൻ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ S ശുഭ, ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ പ്രൊട്ടക്ഷൻ ഓഫീസർ R പ്രബുലദാസ്, ഉദ്യോഗസ്ഥർ, അംഗൻവാടി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഇനിയൊരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ.
സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു. കാർഷിക മേഖലയുടെ പുനരുജ്ജീവനത്തിന് ഊന്നൽ നൽകുമെന്ന മന്ത്രി MP രാജേഷ്. കാർഷിക മേഖലയുടെ പുനരുജ്ജീവനം തൃത്താലയിലെ ജനജീവിതത്തിന് ഉണർവ് നൽകുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. സുസ്ഥിര തൃത്താല കർമ്മ പദ്ധതിയുടെ ഭാഗമായി മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പട്ടിത്തറ പഞ്ചായത്തിലെ കോട്ടപ്പാടം പാടശേഖരത്തിൽ സംഘടിപ്പിച്ച പ്രദർശനത്തോട്ടം കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പദ്ധതിയുടെ ഭാഗമായി മണ്ണിന്റെ ഭൂപടം, ഭൂവിഭവ റിപ്പോർട്ട് എന്നിവ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക ആവശ്യത്തിനുള്ള ജലലഭ്യതയ്ക്കായി പരുതൂർ വെള്ളിയാങ്കല്ല് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ്, കൂടല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. വിവിധ വകുപ്പുകളുടെ ഏകോപനവും വിവിധ പദ്ധതികളുടെ സംയോജനവുമുള്ള സമഗ്ര പദ്ധതിയായാണ് സുസ്ഥിര തൃത്താല നടപ്പാക്കുന്നത്. തൃത്താലയിൽ ഭൂഗർഭ ജലവിധാനം സെമി ക്രിട്ടിക്കൽ അവസ്ഥയിലാണ്. അത് മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ ഭാവിയിൽ തൃത്താല തരിശായി മാറും. ഭൂഗർഭ ജലവിധാനം മെച്ചപ്പെടുത്താൻ ദീർഘകാല പരിശ്രമം ആവശ്യമാണ്. MGNREGS മുഖേന കാർഷിക കുളങ്ങൾ, ചെറുകുളങ്ങൾ എന്നിവ നിർമ്മിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു. ജല മണ്ണ് സംരക്ഷണം ഉറപ്പാക്കുക, കൃഷി പുനരുജ്ജീവിപ്പിക്കുക തുടങ്ങിയവ ലക്ഷ്യമാക്കിയാണ് പദ്ധതി വിഭാവനം ചെയ്തത്. 3190 ഹെക്ടർ കൃഷിഭൂമിയുടെ വികസനം ലക്ഷ്യമാക്കി സംയോജിത റിപ്പോർട്ട് തയ്യാറാക്കി. 8 നീർത്തടങ്ങളിൽ വിവിധ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. മൺബണ്ടുകൾ, തെങ്ങിൻ തടം, കിണർ റീചാർജിംഗ്, ചെറുമൺകുളം തുടങ്ങിയവയും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി ഒരു വാർഡിൽ ഒരു കാർഷിക കുളം നിർമ്മാണം പുരോഗമിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 ലക്ഷം തെങ്ങിൻ തൈ വിതരണം ചെയ്തു. മാർച്ചോടെ 132 കാർഷിക കുളങ്ങൾ പൂർത്തീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. മാർച്ചിനുള്ളിൽ കഴിയുന്നത്ര സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യും. മണ്ണിന്റെ സ്ഥിതി എന്താണെന്ന് ശാസ്ത്രീയമായി പഠിച്ച വളപ്രയോഗത്തിന് വരെ ഇത് സഹായിക്കും. പുതിയ തലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമാണ് 5 സ്കൂളുകളിലേക്ക് പച്ചക്കറി തൈ വിതരണം ചെയ്തത്. തൃത്താലയിൽ 2.5 വർഷം കൊണ്ട് 882 ഹെക്ടർ സ്ഥലത്ത് പുതുതായി കൃഷി ആരംഭിച്ചു. തരിശ് രഹിത തൃത്താലയാണ് ലക്ഷ്യം. മാലിന്യമുക്ത തൃത്താലയാണ് മറ്റൊരു പ്രധാന ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. PK സുഹൈർകുട്ടി ഡോക്ടർ അനുസ്മരണ പരിപാടി P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, കൂടല്ലൂർ തിത്തുമ്മ ആയുർവേദ ഹോസ്പിറ്റൽ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ PK ഹുറൈർകുട്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ഷൊർണൂർ MLA P മമ്മിക്കുട്ടി നിർവഹിച്ചു. നാട്ടുകാർക്ക് എല്ലാ കാലത്തും ഓർമ്മിക്കാൻ കഴിയുന്ന ഡോക്ടർ ഹുറൈർകുട്ടി നമ്മളിൽ നിന്ന് വിട്ടുപോയതിലുള്ള ദുഃഖവും അതുപോലെ തന്നെ സങ്കടവും നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണുന്നതിന് വേണ്ടി ആയിരക്കണക്കായ ആളുകളാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ വന്ന് അന്തിമ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം നമ്മളിൽ നിന്ന് വേർപെട്ടുപോയി. അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്ന മൂല്യങ്ങളും അതുപോലെ തന്നെ സിദ്ധാന്തങ്ങളും അതുപോലെ തന്നെ സ്വാന്തന പരിചരണ രംഗത്തോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യവും അതുപോലെ തന്നെ പാവങ്ങളോടുള്ള പ്രത്യേകമായിട്ടുള്ള അനുഭൂതിയുമെല്ലാം നമുക്ക് നഷ്ടമായിരിക്കുന്നു എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മളെ ഏൽപ്പിക്കപ്പെട്ടു പോയ ഇത്തരം കാര്യങ്ങളിൽ സമകാലീനരായ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വിയോഗത്തിലുണ്ടായിട്ടുള്ള സമൂഹത്തിനുണ്ടായുള്ള നഷ്ടം, പ്രത്യേകിച്ച് അവരുടെ കുടുംബക്കാർക്കുണ്ടായ നഷ്ടം, അവരുടെ ദുഃഖം, അതിൽ ഞാനും പങ്കുചേരുന്നു. കേന്ദ്ര പദ്ധതികൾ സംസ്ഥാന സർക്കാർ പേരുമാറ്റി അവതരിപ്പിക്കുന്നുവെന്ന് BJP സംസ്ഥാന സെക്രട്ടറി K കൃഷ്ണകുമാർ. കേന്ദ്ര പദ്ധതികളല്ലാതെ മറ്റൊന്നും തന്നെ കേരളത്തിൽ നടക്കുന്നില്ലെന്നും കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി അവതരിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാരെന്നും
ചെർപ്പുളശ്ശേരി സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി നിർമ്മാണ പ്രദേശമായ വീട്ടിക്കാട് സോമയാർകുന്നിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ അഭിപ്രായപ്പെട്ടത്. കേരളത്തിൽ നടക്കുന്ന എല്ലാ പദ്ധതികളും ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ധനസഹായത്തോടുകൂടി നടക്കുന്ന പദ്ധതികളാണ്. കേരള ഗവൺമെൻറ്റിൻ്റേതായിട്ട് സ്വന്തമായിട്ട് ആവിഷ്കരിച്ച ഒരു പദ്ധതിയും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇവിടെ പാവങ്ങൾക്കുള്ള വീട് നിർമ്മാണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ഇവിടെ നടക്കുന്ന പാതകളുടെ ദേശീയപാതകളും ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണമായാലും ശരി, ഇതുപോലെ തന്നെ ജലവിതരണത്തിനായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം ലഭ്യമാക്കാനുള്ള പദ്ധതികളായാലും ശരി, റേഷൻ വിതരണമായാലും ശരി, എല്ലാം കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്ന ഫണ്ട് കൊണ്ട് നടത്തുന്ന പദ്ധതികളാണ്. കേരളത്തിൽ അതിനെ കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായിട്ട് അവതരിപ്പിക്കുക എന്നല്ലാതെ കേരള സർക്കാരിന് ഇതിൽ യാതൊരു വിധത്തിലുള്ള ക്രെഡിറ്റും അവകാശപ്പെടാനില്ല. 200 കോടിക്കടുത്ത് ഫണ്ട് വിനിയോഗിച്ച് നടപ്പിലാക്കുന്ന ചെർപ്പുളശ്ശേരി സമഗ്ര കുടിവെള്ള പദ്ധതി പ്രദേശം സന്ദർശിക്കാനായാണ് C. കൃഷ്ണകുമാർ എത്തിയത്. കേന്ദ്ര ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിക്കുന്ന പദ്ധതികൾ കാണാനും BJPയുടെ സംസ്ഥാന വ്യാപകമായുള്ള ക്യാമ്പയിനായ താങ്ക് യു മോദിജിയുടെ ഭാഗമായാണ് സന്ദർശനം. കുടിവെള്ള പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സംസ്ഥാന സർക്കാരുകളും ജനപ്രതിനിധികളും ശ്രമിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചെർപ്പുളശ്ശേരി നഗരസഭ, തൃക്കടീരി, അനങ്ങനടി, ചളവറ എന്നീ പഞ്ചായത്തുകൾക്ക് ഗുണകരമാകുന്ന പദ്ധതിയാണിത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി P. ജയൻ, വൈസ് പ്രസിഡന്റ് KV ജയൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി K. ഹരിദാസ്, കൗൺസിലർമാരായ N. കവിത, K. സൗമ്യ, മണ്ഡലം ഏരിയ നേതാക്കളായ T. കൃഷ്ണകുമാർ, വിജീഷ് നെല്ലായ, ഇല്ലിക്കൽ ചന്ദ്രൻ, V. കൃഷ്ണദാസ്, P. പ്രജേഷ്, C. രമേശ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഒറ്റപ്പാലം BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സഹായോപകരണങ്ങൾ വിതരണം ചെയ്തു. ഒറ്റപ്പാലം BRC പരിധിയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്കുള്ള ചലന സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. മെഡിക്കൽ ക്യാമ്പ് നടത്തിയതിൽ നിന്ന് അർഹരായ 34 കുട്ടികൾക്ക് 86 വിവിധതരം ഉപകരണങ്ങളാണ് നൽകിയത്. പൂർണ്ണമായും കുട്ടികളെ സ്വതന്ത്ര ചലനത്തിന് സാധ്യമാകുന്ന മോട്ടോർ ഘടിപ്പിച്ച വീൽ ചെയറുകൾ ഉൾപ്പെടെ വിതരണം ചെയ്തു. നിയന്ത്രണം മുഴുവൻ കയ്യിലാണ് കേട്ടോ. ഇവിടെയാണ് എങ്ങനെയാണ് കഫീറ ഇതിന്റെ ചലനം പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ K. പ്രഭാകരൻ നിർവഹിച്ചു. നമുക്കറിയാം, ഭിന്നശേഷി കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള പരിപാടികളാണ് സമഗ്ര ശിക്ഷ കേരള ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് ഒരു കൈത്താങ്ങ് ആവശ്യമായ കുട്ടികളാണ്. മറ്റുള്ളവരെ പോലെ പൂർണ്ണ സജ്ജരായിരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ പൂർണ്ണതയോടുകൂടി എല്ലാ പ്രവർത്തനങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. അവരെ സഹായിക്കുക എന്നുള്ള വലിയ ഒരു ദൗത്യമാണ് സമഗ്ര ശിക്ഷ കേരള എന്ന് പറയുന്ന നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിക്കൊണ്ട് സമഗ്ര ശിക്ഷ കേരള ഏറ്റെടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ മറ്റ് വിദ്യാലയങ്ങളിലൊന്നും നമുക്ക് നേരിട്ട് അങ്ങനെ പഠിക്കാൻ കഴിയാത്ത, അതല്ലെങ്കിലും അങ്ങനെ ഇടയ്ക്കൊക്കെ പോയിരിക്കാൻ കഴിയുമെങ്കിൽ പോലും പൂർണ്ണമായും മറ്റുള്ളവർ സഹായമില്ലാതെ അങ്ങനെ കഴിയാത്ത ഏകദേശം 34ഓളം വരുന്ന കുട്ടികൾക്കാണ്, ഒറ്റപ്പാലം BRCക്ക് കീഴിലുള്ള 34 കുട്ടികൾക്കാണ് ഈ ഉപകരണത്തിൻ്റെ ആവശ്യമുള്ളത്. അതിൽ 16 കുട്ടികൾക്കുള്ള ഉപകരണങ്ങളാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഇനി അളവെടുത്തിട്ടുള്ള മറ്റു ഉപകരണങ്ങൾ അടുത്ത ദിവസം തന്നെ നമുക്കിവിടെ എത്തിച്ചേരും. അപ്പോൾ ഇപ്പോൾ എത്തിയിട്ടുള്ള ഈ 18 കുട്ടികൾക്കുള്ള ഉപകരണ വിതരണമാണ് ഇവിടെ നമ്മൾ നിർവഹിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചു, ഇലക്ട്രിക്കൽ വീൽ ചെയർ അടക്കമുള്ള വളരെ വിലപിടിപ്പുള്ള ഉപകരണങ്ങളാണ് നമ്മളിവിടെ വിതരണം ചെയ്യുന്നത്. എന്താണോ ഒരു കുട്ടിക്ക് ആവശ്യമുള്ളത്, എന്താണോ അവന് സഹായം ആവശ്യമുള്ളത്, ആ സഹായം അതേപോലെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഗവൺമെൻറ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഭിന്നശേഷി എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുറ്റമല്ല, നമ്മുടെ ഒരു കുറ്റം കൊണ്ടല്ല നമ്മളൊന്നും ഇങ്ങനെയായി മാറിയത്. ഒരുപക്ഷെ എന്നെ ശ്രമിക്കുന്ന, എന്നെ കാണുന്ന നിങ്ങൾക്കറിയാം, ഞാനും നിങ്ങളുടെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നയാളാണ്, നിങ്ങളുടെ വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധി കൂടിയാണ് ഞാൻ. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ട് വളർന്നു വന്ന ഒരാളാണ്. പക്ഷേ അവിടെയൊക്കെ ഞാൻ പലപ്പോഴും നിങ്ങളോട് സൂചിപ്പിക്കുന്നത് പോലെ എവിടെയും പതറാത്തൊരു മനസ്സ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ഭിന്നശേഷിയുടെ ഏറ്റവും പ്രധാനമായി നമ്മുടെ മനസ്സിൽ നമ്മൾ കരുതേണ്ട ഒരു കാര്യം എന്ന് പറയും. ട്രെയിനർ PM വെങ്കടേശ്വരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷഫീർ, അനീറ, കബീർ, KV റീന തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. BJP മങ്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു. മങ്കര ഗ്രാമപഞ്ചായത്തിലെ SC പ്രൊമോട്ടർ സ്വന്തം രാഷ്ട്രീയ താൽപര്യത്തോടുകൂടി നിലവിലെ സീനിയോറിറ്റി പ്രകാരമുള്ള ലിസ്റ്റ് മറികടന്ന് സ്വന്തം താൽപര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് മാത്രം ധനസഹായം അനുവദിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് BJP മങ്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണയുടെ ഔപചാരിക ഉദ്ഘാടനം BJP ജില്ലാ വൈസ് പ്രസിഡന്റ് KV ജയൻ മാസ്റ്റർ നിർവഹിച്ചു. ലൈഫ് മിഷൻ SC ഭൂരഹിത ഭവനരഹിത ഗുണഭോക്തൃ ലിസ്റ്റ് രാഷ്ട്രീയം കലർത്തി അട്ടിമറിച്ച SC പ്രൊമോട്ടറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് വരെ BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. അവർക്ക് ആനുകൂല്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ SC പ്രൊമോട്ടറുടെ നേതൃത്വത്തിന് ശ്രമിക്കുകയും ചെയ്തതായിട്ടാണ് നമ്മൾക്ക് ഈ ഓഫീസിൽ നിന്നും അറിയാൻ സാധിച്ചത്. ഒന്നാമത്തെ വ്യക്തിക്ക് കിട്ടേണ്ട ആനുകൂല്യം ഭൂരഹിതരാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഭവനരഹിതരാണെങ്കിലും ശരി, ഒരു സർക്കാർ സംവിധാനത്തില് ഒരു വ്യക്തിയല്ല സംസാരിക്കുന്നത്, കടലാസുകളാണ് സംസാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു ആനുകൂല്യം കിട്ടേണ്ട ഒരു ഗുണഭോക്താവിന്, ആ ഗുണഭോക്താവിന് ഏതെങ്കിലും കാരണവശാൽ ആ സംവിധാനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ആ ഗുണഭോക്താവിന്റെ രേഖാമൂലമുള്ള അനുമതി വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം അത് ആ ഫയലിൽ സൂക്ഷിച്ച് അടുത്ത സീനിയോറിറ്റിയുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് കീഴ്വഴക്കം. ഇത് അറിയാത്തവരല്ല. ബ്ലോക്ക് പഞ്ചായത്തിലായാലും ശരി, മങ്കര ഗ്രാമപഞ്ചായത്തിലായാലും ശരി, ഉദ്യോഗസ്ഥ വൃന്ദത്തിനും അതുപോലെ തന്നെ ഭരണസമിതിക്കും ഒക്കെ തന്നെ അറിയാവുന്ന വിഷയങ്ങൾ. ഇതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ വ്യക്തികളെ, ഈ SC പ്രൊമോട്ടർ, ഇടതുപക്ഷ ചായ്വുള്ള ഈ SC പ്രൊമോട്ടർ രാഷ്ട്രീയം, ആ ഗുണഭോക്താവിൽ രാഷ്ട്രീയം കാണുകയും അതുപോലെ തന്നെ അർഹതപ്പെട്ട ആളുകളെ തട്ടിമാറ്റിക്കൊണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ട് അവർക്ക് പുറകിലുള്ള ആളുകൾക്ക് ഈ ഗുണഭോക്തൃ വിഹിതം നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടപ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടിയുമായിട്ട് മുന്നോട്ട് വന്നത്. BJP മങ്കര ഗ്രാമപഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രൂപേഷ് അതിർക്കാട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ BJP മങ്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MK വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. SC പ്രൊമോട്ടർ എന്ന് പറയുന്ന തസ്തിക ഗവൺമെന്റിന്റെ ഓണറേറിയം വാങ്ങുന്നൊരു പരിപാടിയാണ്. അതുകൊണ്ട് ഇവിടെ സെക്രട്ടറി അംഗീകരിച്ച SC ഭൂരഹിത ആളുകൾക്കുള്ള ഭവന പദ്ധതി അട്ടിമറിക്കാൻ SC പ്രൊമോട്ടർക്കല്ല കേരളത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനും സാധ്യമല്ല എന്നുള്ളത് അരി ആഹാരം കഴിക്കുന്ന ഏതൊരാളിനും മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ആദരണീയനായിട്ടുള്ള പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇത് നേടിയെടുക്കുന്നത് വരെ, കാരണം നിയമത്തെ കാറ്റിൽ പറത്താൻ ആർക്കും കഴിയില്ല.
അതുകൊണ്ട് നമ്മൾ ഏതറ്റം വരെ പോയാലും അർഹതപ്പെട്ട ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്കുള്ള ഈ സഹായധനം നേടിയെടുക്കാനുള്ള പോരാട്ടം അവസാന നിമിഷം വരെ ഭാരതീയ ജനതാ പാർട്ടി തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു അധികാരിമാർക്കും സംശയം വേണ്ട. ഉറപ്പിച്ചു പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ CPM അതുപോലെ കോൺഗ്രസ് ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ്. അവരൊരു ശരീരവും ഒരു മനസ്സും തന്നെയാണ്. കാരണം BJPയെ എതിർക്കുന്ന കാര്യത്തിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ട് തന്നെയാണ് SC പ്രൊമോട്ടർക്ക് ഈ തെമ്മാടിത്തരം ചെയ്യാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത് എന്ന് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളോട് പറയാൻ BJPക്ക് യാതൊരു മടിയുമില്ല. SC പ്രൊമോട്ടർ ഒരു CPMന്റെ പ്രവർത്തകയായിരുന്നു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. CPM എന്ന് പറയുന്നത് ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഭാരതീയ ജനതാ പാർട്ടി കോങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി A. ബിദിൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് K. ശബരീഷ്, മണ്ഡലം സെക്രട്ടറി രജീഷ്, ഭാസ്കരൻ, ബ്ലോക്ക് മെമ്പർ അജിത് പർലി, 14-ാം വാർഡ് മെമ്പർ BA രതീഷ് കുമാർ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നു. 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് EMS ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. എന്നത് ഒരു കൃത്യത വരുത്തേണ്ട യോഗമാണ് പദ്ധതിയോ പദ്ധതി ഇനിയും നമുക്ക് പരിപോഷിപ്പിക്കാനും വേണ്ടിയുള്ള സമയമുണ്ട്. വികസന സെമിനാർ മറ്റു കാര്യങ്ങളെല്ലാം വരാനിരിക്കുന്നു. പദ്ധതി നമുക്ക് ഏറ്റവും സമഗ്രമായിട്ട് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. ഇന്നത്തെ യോഗത്തിന്റെ പോരായ്മ പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഈ പങ്കാളിത്തം ഈ നിർബന്ധമായി പങ്കെടുക്കേണ്ട വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ, കൺവീനർ, വൈസ് ചെയർമാൻ തുടങ്ങിയവർ പങ്കെടുക്കാത്തതിനെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള അതേ അഭിപ്രായം തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചുമുള്ളത്. അക്കാര്യം നമുക്ക് ഗൗരവമായി കാണണം. എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നമ്മളെല്ലാവരും ചേർന്ന് നടത്തണം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചാണെങ്കിൽ അക്കാര്യത്തിൽ കുറച്ചുകൂടി ഗൗരവമുണ്ട്. അത് ആ നിലയിലും നമുക്ക് കൈകാര്യം ചെയ്ത് പോകാം. വൈസ് പ്രസിഡന്റ് നസ്രീൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുമാരി ദേവി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയകുമാർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാമകൃഷ്ണൻ, ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 2024-25 ലഭിക്കാനിരിക്കുന്ന ബഡ്ജറ്റ് പ്രൊവിഷനും ഇതിനോടകം ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളുടെ അവസ്ഥാ വിശകലനവും വരും വർഷത്തെ കാഴ്ചപ്പാടുകളും സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിച്ചു. തുടർന്ന് 13 വിഷയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട ആശയങ്ങൾ കണ്ടെത്തുകയും ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് കൺവീനർമാരായ നിർവഹണ ഉദ്യോഗസ്ഥർ അവതരിപ്പിക്കുകയും ചെയ്തു. 20 വാർഡുകളിലെയും ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ, കില RP മുതലായവർ പങ്കെടുത്തു. കൂട്ടുപാത ഡംപ് സൈറ്റിൽ ബയോമൈനിംഗ് ആദ്യഘട്ട കൂടിയാലോചനാ യോഗം നടന്നു. കൂട്ടുപാത ഡംപ് സെറ്റിൽ ബയോമൈനിംഗ് പദ്ധതി നടപ്പാക്കുന്നതിന് മുന്നോടിയായുള്ള ആദ്യഘട്ട കൂടിയാലോചനാ യോഗം ചേർന്നു. ബയോമൈനിംഗ് പദ്ധതി സംബന്ധിച്ച് ടെക്നിക്കൽ കൺസൾട്ടന്റ് പ്രതിനിധികളായ സതീഷ് ബാബു, ജിബിൻ എന്നിവർ വിശദീകരിച്ചു. പദ്ധതി നടപ്പാക്കുന്നതിനായി DPR തയ്യാറാക്കി ടെൻഡർ നടപടികൾ അന്തിമഘട്ടത്തിൽ പുരോഗമിക്കുകയാണെന്ന് പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് വ്യക്തമാക്കി. ലോക ബാങ്ക് ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന കേരള ഖര മാലിന്യ പരിപാലന പദ്ധതിയുടെ വിവിധ പദ്ധതികളിൽ ഒന്നാണ് ലെഗസി വേസ്റ്റ് റെമഡിയേഷൻ. പദ്ധതി നടപ്പാക്കുന്നതിന് മുന്നോടിയായി ബയോമൈനിംഗ് നടപ്പാക്കുന്ന സ്ഥലത്തെ ശബ്ദ, വായു, ജല മലിനീകരണത്തെക്കുറിച്ചും മാലിന്യത്തിന്റെ ഫിസിക്കൽ അനാലിസിസ് ചെയ്യുന്നതിനായി ഗ്രൗണ്ടിംഗ് 4 ഭാഗത്തു നിന്നും സാമ്പിൾ ശേഖരിച്ചും വിദഗ്ധ സമിതി പഠനം നടത്തിയിരുന്നു. അടുത്തയാഴ്ച നടക്കുന്ന 2ാം ഘട്ട യോഗത്തിൽ മാലിന്യം നിക്ഷേപ കേന്ദ്രത്തിന് സമീപമുള്ള പരിസരവാസികൾ, സ്ഥാപന പ്രതിനിധികൾ എന്നിവരുമായി പദ്ധതി വിശദീകരണം നടത്താനും എല്ലാ തരത്തിലുള്ള സാമൂഹിക, പാരിസ്ഥിതിക, ആരോഗ്യ സംരക്ഷണ നടപടികൾ പദ്ധതിയുടെ ഭാഗമായി ഉറപ്പുവരുത്തും. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര അധ്യക്ഷയായി. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, വൈസ് ചെയർമാൻ E. കൃഷ്ണദാസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. സ്മിതേഷ്, കൊടുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധൻരാജ്, വൈസ് പ്രസിഡന്റ് M. K. ശാന്ത, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ R. രവിരാജ്, നവകേരള
നവകേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി സൈതലവി, മാലിന്യമുക്തം നവകേരളം കോർഡിനേറ്റർ വൈ കല്യാണകൃഷ്ണൻ, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ ഷെരീഫ്, ജില്ലാ മലിനീകരണ നിയന്ത്രണ ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS ദിനേശ്, നഗരസഭാ സെക്രട്ടറി TG അജേഷ്, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി A അജിത, പാലക്കാട് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ EP വിസ്മൽ, കേരള കരമാലിന്യ പരിപാലന പദ്ധതി ജില്ലാ പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.